കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഇന്നലെ നടത്തിയ ഒരു പ്രസംഗം ഇന്ന് നമ്മുടെ ദേശീയ മാധ്യമങ്ങളുടെയൊക്കെ തലക്കെട്ട് പിടിച്ചെടുത്തിരിക്കുന്നു. തീർച്ചയായിട്ടും നരേന്ദ്രമോദി മന്ത്രിസഭയിലെ ഒരു മന്ത്രി എന്ത് പ്രസംഗിച്ചാലും അത് തലക്കെട്ടുകളിൽ വന്നു എന്ന് പറഞ്ഞാൽ ശ്രോതാക്കൾ ആദ്യം വിചാരിക്കുക ഉറപ്പല്ലേ, കാരണം തീർച്ചയായിട്ടും അത് വലിയ ഏതെങ്കിലും തരത്തിലുള്ള വലിയ വിമർശനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും, വലിയ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കിയിട്ടുണ്ടാകും. അത്തരത്തിൽ അങ്ങനെ ഒരു ധാരണയാണ് നമുക്ക് വരുന്നത്. പക്ഷേ ഈ പ്രസംഗം അങ്ങനെയല്ല. അദ്ദേഹം ഇന്നലെ നടത്തിയ പ്രസംഗം നടത്തിയത് നാഗ്പൂരിലാണ്. നാഗ്പൂരിൻ്റെ പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമാണ് നാഗ്പൂർ, സ്വന്തം നാടാണ് നാഗ്പൂർ. മഹാരാഷ്ട്രക്കാരനാണ് അദ്ദേഹം. മറാത്തി ഉപദേശീയതയിൽ അഭിമാനം കൊള്ളുന്ന ഒരാളാണ്. എത്രയോ കാലമായി BJPയുടെ നേതാവാണ്. മഹാരാഷ്ട്രയിലെ നേതാവായി വന്നു, പിന്നീട് കേന്ദ്രമന്ത്രിയായിട്ട് വന്നു. BJPയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം 1913 വരെ, 1909 തൊട്ട് 13 വരെ. 14 മുതൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. മന്ത്രി എന്ന നിലയിൽ ഗംഭീരമായ പെർഫോമൻസിന് വലിയ കയ്യടി വാങ്ങിയ ഒരാളാണ്. ഉപരിതല ഗതാഗതത്തിൽ, നമ്മുടെ റോഡ് ഗതാഗതത്തിൽ വിപ്ലവകരമായ പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയ ഒരാളാണ്. അദ്ദേഹത്തിന് കിട്ടിയ ഒരു ഓമനപ്പേര് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഇടയ്ക്ക് പ്രയോഗിക്കാറുണ്ട്. എക്സ്പ്രസ് ഹൈവേ മിനിസ്റ്റർ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുക. സുപ്രസിദ്ധമായ പൂന മുംബൈ എക്സ്പ്രസ് ഹൈവേ ആണ് അതിന് തുടക്കമിട്ടത്. പിന്നീട് അതിന് സമാനമായ ധാരാളം ഹൈവേകൾ, നമ്മുടെ റോഡ് ഗതാഗതത്തിൽ വലിയ വിപ്ലവം ഉണ്ടാക്കിയ ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ചരിത്രത്തിൽ ഇടം നേടി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലത്തെ പ്രസംഗം അതല്ല. ഇന്നലത്തെ പ്രസംഗം നാഗ്പൂരിലാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. നാഗ്പൂർ അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമാണ്. നാഗ്പൂരിലെ ഒരു വിഖ്യാതമായ വിദ്യാഭ്യാസ സ്ഥാപനം, ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ സെൻട്രൽ ഇന്ത്യ എന്നാണ്, സെൻട്രൽ ഇന്ത്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഡ്യൂക്കേഷൻ ധാരാളം സ്ഥാപനങ്ങൾ, പ്രൊഫഷണൽ വിദ്യാഭ്യാസ കോഴ്സുകളൊക്കെ നടത്തുന്ന വലിയ ഒരു സ്ഥാപനമാണ്, പ്രസിദ്ധമായ സ്ഥാപനമാണ് സെൻട്രൽ ഇന്ത്യ ഗ്രൂപ്പ്. അത് നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാ വിരൽത്തുമ്പിലും അതുണ്ട്. സെൻട്രൽ ഇന്ത്യയിൽ പഠിക്കാൻ പോയ ധാരാളം പേരെ നമ്മുടെയൊക്കെ നാട്ടിലുമുണ്ട്. അപ്പോൾ ഈ സെൻട്രൽ ഇന്ത്യ ഗ്രൂപ്പിൻ്റെ ഒരു കോൺവക്കേഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ബിരുദദാന സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തുകൊണ്ട് അവിടുത്തെ MP-യും കേന്ദ്രമന്ത്രിയും അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട നേതാവും ഒക്കെയായ നിതിൻ ഗഡ്കരി, തീർച്ചയായിട്ടും ആ സ്ഥാപനം ഒരു മുസ്ലിം സ്ഥാപനമാണ് എന്ന് എല്ലാവർക്കും അറിയാം. സെൻട്രൽ ഇന്ത്യ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, വടക്കേ ഇന്ത്യയിൽ മാതൃകാപരമായി നടത്തുന്ന സ്വകാര്യ വിദ്യാഭ്യാസ സമുച്ചയമാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വലിയൊരു ശൃംഖലയാണ് സെൻട്രൽ ഇന്ത്യ ഗ്രൂപ്പ്. അതിൻ്റെ കോൺവക്കേഷനിൽ പങ്കെടുത്തുകൊണ്ട് നിതിൻ ഗഡ്കരി ചെയ്ത പ്രസംഗം പലരെയും അത്ഭുതപ്പെടുത്തി. പ്രത്യേകിച്ച് മുസ്ലിങ്ങളായ ഒരുപാട് പേരെ, ചിന്തകന്മാരെ, എഴുത്തുകാരെ, ബുദ്ധിജീവികളെ ഒക്കെ വലിയ തോതിൽ അത്ഭുതപ്പെടുത്തുകയുണ്ടായി. ആ പ്രസംഗത്തിൻ്റെ ഒന്നാമത്തെ സ്വഭാവം അത് അങ്ങേയറ്റം ഇൻക്ലൂസീവാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയെ ദേശീയധാരയിലേക്ക് കൊണ്ടുവരേണ്ടതിൻ്റെ അനിവാര്യത അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട് എന്ന് മാത്രമല്ല, മുസ്ലിം കമ്മ്യൂണിറ്റിയോട് രാജ്യം കാണിക്കേണ്ട നീതി, അതിനെക്കുറിച്ച് അദ്ദേഹം ബോധവാനാകുന്നുണ്ട്. ഏത് കാലത്താണെന്ന് ഓർക്കണം, മുസ്ലിം വിരോധം വലിയൊരു ഒരു നമ്മുടെ നിത്യജീവിതത്തിലെ ഒരു ഫാഷനായിട്ട് കൊണ്ടു നടക്കുകയും വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുക, വെറുപ്പ് പ്രചരിപ്പിക്കുക, ഈ ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കാൻ എന്തെങ്കിലും അവസരമുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുക എന്നതൊക്കെ നമ്മുടെ സമീപകാലത്തെ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനപ്പെട്ട ട്രെൻഡായി മാറിയിരിക്കുന്ന ഒരു സോഷ്യൽ ഫാഷനായി മാറിയിരിക്കുന്ന ഒരു കാലത്താണ് നിതിൻ ഗഡ്കരി എന്ന ഉന്നതനായ BJP നേതാവ് വ്യത്യസ്തമായ ഒരു സ്വരം പ്രകടിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ പൂർണ്ണ രൂപം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അത് വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് സെൻട്രൽ ഇന്ത്യയുടെ സൈറ്റിലുണ്ട്. ഇന്നത്തെ ഹിന്ദു ഉൾപ്പെടെ ദേശീയ പത്രങ്ങളിൽ അതിലെ പ്രധാനപ്പെട്ട എക്സേപ്റ്റ്സ് എടുത്ത് അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഊന്നി പറഞ്ഞ ഒരു കാര്യം, ഈ ഒരു നാടിൻ്റെ വികസനത്തിൻ്റെയും സാമൂഹ്യ പുരോഗതിയുടെയും അടിത്തറ വിദ്യാഭ്യാസമല്ലാതെ മറ്റൊന്നുമല്ല. അത് ആണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പോയിന്റ്. 2, ഈ രാജ്യത്ത് ഒരു സമുദായം എന്ന നിലയിൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകമായ സവിശേഷമായ ശ്രദ്ധ കൊടുക്കേണ്ടിയിരിക്കുന്ന ഒരു വിഭാഗം മുസ്ലിം സമുദായമാണ്. 3-ാമത്തെ അദ്ദേഹം പറഞ്ഞ കാര്യം, മുസ്ലിം സമുദായവും, ഞങ്ങളിത് പറഞ്ഞാൽ മാത്രമല്ല, ഭരണകൂടം പറഞ്ഞാൽ മാത്രം പോരാ, മുസ്ലിം സമുദായം മറ്റെന്തിനേക്കാളും ശ്രദ്ധയും പരിഗണനയും വിദ്യാഭ്യാസത്തിന് കൊടുക്കേണ്ടിയിരിക്കുന്നു. അതാണ് മുസ്ലിം സമുദായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കാലികമായ, ഏറ്റവും പുതിയ കാലത്ത് അനിവാര്യമായ ഒന്ന് വിദ്യാഭ്യാസമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വേറൊന്ന്, അദ്ദേഹം പലരും, മുസ്ലിം കമ്മ്യൂണിറ്റി പോലും പലപ്പോഴും തിരിച്ചറിയാത്ത ചില യാഥാർത്ഥ്യങ്ങൾ വടക്കേ ഇന്ത്യയിൽ നിന്നുമുണ്ട്. അതും മുംബൈയുടെ ഈ
പരിസരത്ത് നിന്നുകൊണ്ട്, നാഗ്പൂർ പോലുള്ളൊരു പ്രദേശത്ത് നിന്നുകൊണ്ട് അദ്ദേഹം മുസ്ലിം കമ്മ്യൂണിറ്റിയോട് ഞെട്ടിക്കുന്ന ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞാൻ തീർച്ചയായിട്ടും ഒന്ന് ഓർപ്പിക്കുന്നു, കേരളത്തിലെ സാഹചര്യമല്ല വടക്കേ ഇന്ത്യയിൽ. വടക്കേ ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇപ്പോഴത്തെയും സ്ഥിതി എന്താണ് എന്ന് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ബോംബെയിലും പൂനെയിലും നാഗ്പൂരിലും ഒക്കെ കാണുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അതിങ്ങനെയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, മുസ്ലിം കമ്മ്യൂണിറ്റി ചില പ്രത്യേക ജോലികളിൽ മുസ്ലിങ്ങൾ മാത്രം മുന്നിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ വിചാരിക്കും ആക്ഷേപിക്കാനാണെന്ന്. അല്ല, ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് മഹാരാഷ്ട്രയിലെ ഒരു സാഹചര്യമാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ ഞാൻ നോക്കുമ്പോൾ ചില പ്രത്യേക ജോലികളിൽ മുസ്ലിങ്ങൾ മുന്നിട്ട് നിൽക്കുന്നത്, മുസ്ലിങ്ങൾക്കാണ് ഭൂരിപക്ഷം. ഏതാണ് ആ ജോലി എന്ന് പറയുമോ? അദ്ദേഹം എണ്ണി പറയുന്നത്, ഒന്ന്, ഇവിടുത്തെ ചായക്കടകൾ നടത്തുന്നത് മുസ്ലിങ്ങളാണ്, ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്. ചായക്കടകൾ, ചായ് വാലാസ്, അത് മുസ്ലിങ്ങളാണ്. 2, പാൻ മസാല ഷോപ്പുകൾ നടത്തുന്നത് മുസ്ലിങ്ങളാണ്. 3, ആക്രി കച്ചവടം നടത്തുന്നത് മുസ്ലിങ്ങളാണ്. ഈ മേഖലയിലൊക്കെ മുസ്ലിങ്ങൾക്കാണ് കൂടുതൽ. വേറൊന്ന്, ട്രക്ക് ഡ്രൈവർമാർ മുസ്ലിങ്ങളാണ് കൂടുതൽ. വേറൊന്ന്, ശുചീകരണ തൊഴിലാളികൾ, നമ്മുടെ മാലിന്യങ്ങൾ മുഴുവൻ നീക്കം ചെയ്യുന്ന ശുചീകരണ തൊഴിലും മുസ്ലിങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത്. മഹാരാഷ്ട്രയിലെ മുസ്ലിങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എന്നോർക്കണം. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം ചോദിക്കുന്നത്, ഇത് മതിയോ? നിങ്ങൾ പുരോഗമിച്ചു എന്നതിൻ്റെ തെളിവാണോ ഇത്? ഇത്തരം ജോലികളിൽ മാത്രമാണോ നിങ്ങൾ മുന്നിട്ട് നിൽക്കേണ്ടത്? പകരം ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം ചോദിക്കുന്നുണ്ട് മുസ്ലിങ്ങളോട്, ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തോടാണ് ഇന്ത്യയിലെ ആദരണീയനായ ഈ മന്ത്രിയുടെ ചോദ്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് രാജ്യത്തെ എഞ്ചിനീയറിംഗ് ജോലികളിൽ മുസ്ലിം കമ്മ്യൂണിറ്റി അർഹമായ പ്രാതിനിധ്യം നേടിയിട്ടുണ്ടോ? ഡോക്ടർമാരുടെ ജോലികളിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടോ? വേണ്ടത്ര എത്തിയിട്ടുണ്ടോ? IAS-കാരിൽ നിങ്ങൾ എത്ര പേരുണ്ട്? IPS-കാരിൽ നിങ്ങൾ എത്ര പേരുണ്ട്? ഇതിലെ ഈ രംഗത്തൊക്കെ, ഈ മണ്ഡലങ്ങളിലൊക്കെ നിങ്ങൾ അർഹമായ പ്രാതിനിധ്യം നേടുമ്പോൾ മാത്രമാണ് നിങ്ങൾ പുരോഗതി നേടി എന്ന് പറയാനാവുക. അല്ലാതെ നിങ്ങൾ ചായക്കടക്കാരും വണ്ടി വലിക്കുന്നവരും ശുചീകരണ തൊഴിലാളികളും അതാവണ്ട എന്നല്ല. അത് മാത്രം മതിയോ നിങ്ങൾക്ക്? അവിടെ മാത്രം മതിയോ നിങ്ങൾക്ക് പ്രാതിനിധ്യം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന മുസ്ലിം സമുദായത്തിൻ്റെ നെഞ്ചിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് അദ്ദേഹം ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ പള്ളികളിൽ പോയിട്ട് ഒരു 100 വട്ടം പ്രാർത്ഥിക്കുന്നുണ്ടാവാം. നിങ്ങൾ ഓരോരുത്തരും പള്ളികളിൽ ഓരോ ദിവസവും 100 വട്ടം പ്രാർത്ഥിക്കുന്നുണ്ടാവാം. പക്ഷേ അദ്ദേഹം ചോദിക്കുന്നത്, പക്ഷേ ശാസ്ത്രരംഗത്തും ശാസ്ത്രവും സാങ്കേതിക വിദ്യയും നിങ്ങൾ സ്വന്തമാക്കിയില്ലെങ്കിൽ എന്തു കാര്യമുണ്ട് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട്? മുസ്ലിം കമ്മ്യൂണിറ്റിയോട് ചോദിക്കുന്നതാണ്. പള്ളിയിൽ പോകുന്നവനെ നോക്കി ദുഷിക്കുകയും അവിടെ കലാപം ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യല്ല അദ്ദേഹം പറയും. നിങ്ങൾ പള്ളിയിൽ പോയി 100 വട്ടം പ്രാർത്ഥിച്ചോളൂ. പക്ഷേ ചോദ്യം ഇതാണ്, ശാസ്ത്രവും സാങ്കേതിക വിദ്യയും സ്വന്തമാക്കാത്ത കാലത്തോളം നിങ്ങൾക്ക് എന്ത് പുരോഗതിയാണ് ലഭിക്കുക എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അങ്ങനെ എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങൾ APJ അബ്ദുൽ കലാമിനെ കേട്ടിട്ടുണ്ടല്ലോ? ഉണ്ടല്ലോ. പക്ഷേ ഒരു APJ അബ്ദുൽ കലാം അല്ലാതെ രണ്ടാമതൊരാൾ എവിടെ? ഒരു കലാം മതിയോ? 100 കലാമുമാരെ സൃഷ്ടിക്കേണ്ടതല്ലേ? 1000 കലാമുമാരെ സൃഷ്ടിക്കേണ്ടതല്ലേ? അത് നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് സാധിച്ചിട്ടുണ്ടോ? സാധിക്കേണ്ടതല്ലേ? ഇങ്ങനെ ഞെട്ടിക്കുന്ന ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിക്കുന്നത്. അവസാനം എല്ലാ സാമുദായികവാദികളോടും ജാതിവാദികളോടും സമുദായ പ്രമാണിമാരോടുമൊക്കെ അദ്ദേഹം മനസ്സ് തുറന്ന് ഒരു കാര്യം പ്രസ്താവിക്കുന്നുണ്ട്. ജാതിയും മതവും സമുദായ വികാരങ്ങളും ഒന്നുമല്ല ഒരു മനുഷ്യൻ്റെ മഹത്വത്തിൻ്റെ ആധാരം. ഒരു മനുഷ്യൻ്റെ മഹത്വം നിർണ്ണയിക്കുന്നത് അവൻ്റെ ക്വാളിറ്റിയാണ്, അവൻ്റെ സ്വഭാവ മഹിമയും ഗുണഗണങ്ങളുമാണ്. എൻ്റെ അടുത്ത് ഒരുപാട് ജാതി തമ്പുരാക്കന്മാർ വരാറുണ്ട്, സമുദായ നേതാക്കന്മാർ, സമുദായ പ്രമാണിമാർ വരാറുണ്ട്. അവരോടൊക്കെ ഞാൻ പറയാറുണ്ട്, ജാതി കൊണ്ട്, സമുദായ മേന്മ കൊണ്ട് മനുഷ്യനൊന്നും കിട്ടാനില്ല. നിങ്ങൾക്ക് വ്യക്തിപരമായി നിങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ടോ, ഗുണനിലവാരമുണ്ടോ എന്നതാണ് പ്രധാനം. ഞാൻ പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലേ എന്നും എനിക്കറിയില്ല, എനിക്കവർ വോട്ട് ചെയ്യുമോ ഇല്ലേ എന്നും എനിക്കറിയില്ല. ഞാൻ രാഷ്ട്രീയക്കാരനാണ്, എങ്കിലും ഉള്ളത് പറയും ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രസംഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ആ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. ഒറ്റ കാര്യം കൂടി ചേർത്ത് പറയുമ്പോൾ ആ പ്രസംഗം പൂർണ്ണമാകും. നാഗ്പൂരിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. നാഗ്പൂരിലാണ് RSSൻ്റെ ആസ്ഥാനമുള്ളത്. ഒരു പക്ഷേ ഇന്ന് RSSനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലരും പറയുന്നത് നമ്മളെന്നും കേൾക്കുന്നുണ്ട്, RSS ആണ് ഇന്ത്യയിലെ മുസ്ലിം വിരോധത്തിൻ്റെ ആസ്ഥാന കേന്ദ്രം. മുസ്ലിം സമുദായത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇൻക്ലൂസീവായിട്ട് മുസ്ലിം സമുദായത്തെ നന്നാക്കാൻ ശ്രമിക്കുകയല്ലാതെ മുസ്ലിം സമുദായത്തെ ദേശീയധാരയിലേക്ക് അണച്ചു പിടിച്ച് ദേശസ്നേഹികളാക്കി, ദേശത്തിൻ്റെ മക്കളാക്കി ചേർത്ത് പിടിച്ച് വളർത്തുന്നതിന് പകരം അവരെ വെറുത്ത് അവർക്കെതിരായുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തി അവരെ ദേശത്തിന് വേണ്ടാത്തവരാക്കി, ദേശത്തിന് കൊള്ളാത്തവരാക്കി, അവർക്കെതിരായി അവരെ നാടുകടത്താനുള്ള
അജണ്ടകൾ വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ആണ് ഈ പ്രസംഗം. അതും നാഗ്പൂരിലാണ്. അതും നാഗ്പൂരിൻ്റെ ജനനേതാവാണ് സംസാരിക്കുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കണം. മറ്റാരുമല്ല, തീർച്ചയായിട്ടും അദ്ദേഹം BJP നേതാവാണ്, തീർച്ചയായിട്ടും അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്, നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിലെ ഏറ്റവും സൽപ്പേരുണ്ടാക്കിയ പ്രഗത്ഭനായ മന്ത്രിയാണ്. ഒന്നുകൂടി ചേർത്ത് പറഞ്ഞാൽ ഇത് പൂർത്തിയാകും. കേരളത്തിൽ ഈയിടെ ഞാൻ കേട്ടൊരു തമാശ, കേരളത്തിലെ IAS കോച്ചിങ് സെൻറ്ററിൽ ഒരു BJP നേതാവ് ചെന്നപ്പോൾ അദ്ദേഹം വല്ലാതെ അത്ഭുതപ്പെട്ടു പോയത്രേ, പേടിച്ചു പോയത്രേ. കാരണം IAS പരിശീലനത്തിന് വന്നിരിക്കുന്ന ഈ വിദ്യാർത്ഥികളിൽ, പരിശീലനം നേടാൻ വന്നിരിക്കുന്ന കുട്ടികളിൽ മഹാഭൂരിപക്ഷവും തട്ടമിട്ട മുസ്ലിം പെൺകുട്ടികളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വല്ലാതെ പേടിയായി. ഇവർ നാളെ IASൽ വന്നാൽ രാജ്യത്തിൻ്റെ ഭാവി എന്താകും എന്നാണ് ഒരുപക്ഷെ നന്മ എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത, ദേശസ്നേഹം എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ആ BJP നേതാവിന് തോന്നിയത്. അങ്ങനെയാണ്. പക്ഷേ യഥാർത്ഥ BJP നേതാവ്, ദേശം എന്താണ്, രാജ്യം എന്താണ് എന്നറിയാവുന്ന ഒരു BJP നേതാവ് ആണ് നിതിൻ ഗഡ്കരി എന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കേണ്ടത്, തീർച്ചയായിട്ടും ആദ്യം കേൾക്കേണ്ടത് ഇന്ത്യയിലെ മുസ്ലിം സമുദായം തന്നെയാണ്. ആര് പറഞ്ഞാലും കേൾക്കാവും. നന്മ ആര് പറഞ്ഞാലും കേൾക്കേണ്ടതാണ്. നമ്മൾ നന്മ പറയുന്നത് നിതിൻ ഗഡ്കരിയാണ്, BJP നേതാവാണ്. വേണമെങ്കിൽ പണ്ട് AB വാജ്പേയിയെക്കുറിച്ച് ശത്രുക്കൾ പറഞ്ഞിരുന്നു, എ ഗുഡ് ലീഡർ ഇൻ എ റോങ് പാർട്ടി, എ റൈറ്റ് ലീഡർ ഇൻ എ റോങ് പാർട്ടി എന്ന് പറഞ്ഞത്. അതുപോലെ നിതിൻ ഗഡ്കരി ഇങ്ങനെ ഒരു കാലത്ത് പലരും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ടവർ പോലും വെറുപ്പ് പ്രചരിപ്പിക്കുന്ന ഒരു കാലത്ത് അദ്ദേഹം നന്മയുടെ ദിശാബോധത്തിൻ്റെ, ഇൻക്ലൂസീവ്നെസ്സിൻ്റെ ഒരു പ്രബോധകനായി, പ്രചാരകനായി ഒരു കേന്ദ്രമന്ത്രിയെ കാണുന്നു എന്നതിൻ്റെ ആശ്ചര്യം ഇന്ന് ഇന്ത്യയിലെ മാധ്യമങ്ങളിൽ, ലോകമാധ്യമങ്ങളിൽ ആകെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിതിൻ ഗഡ്കരി പറഞ്ഞു എന്നതുകൊണ്ട് അല്ല, ആര് പറഞ്ഞാലും പറഞ്ഞത് സത്യമാണ് എന്നതുകൊണ്ട് കേൾക്കാൻ മുസ്ലിം സമൂഹം ബാധ്യസ്ഥരാണ്. 2, മുസ്ലിം സമുദായത്തെ എങ്ങനെയാണ് നേരിടേണ്ടത്, മുസ്ലിം സമുദായത്തെ എങ്ങനെയാണ് ചേർത്ത് പിടിക്കേണ്ടത്, മുസ്ലിം സമുദായത്തെ എങ്ങനെയാണ് നേർവഴിക്ക് നയിക്കേണ്ടത് എന്നതിന് സംഘപരിവാർ ഉൾപ്പെടെയുള്ളവർക്കൊരു നല്ല മാതൃകയാക്കാവുന്ന ഏറ്റവും നല്ല നേതാവ് നിതിൻ ഗഡ്കരിയാണ് എന്ന് പറയാൻ നമുക്കിനി ശങ്ക വേണ്ട എന്നുകൂടി ചേർത്ത് പറഞ്ഞുകൊണ്ട്, ഗഡ്കരിക്ക് എന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ, അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിൽ ഇത്തരത്തിൽ സത്യസന്ധമായി നിലപാട് സ്വീകരിക്കാനും ജയാപജയങ്ങൾ നോക്കാതെ കൃത്യമായ നിലപാടുമായി മുന്നോട്ട് പോകാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.